ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിലൊരു നല്ല ദിവസം നിനക്ക് നേരുകയാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 21-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ, പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? ഒരു സാധാ സംഭവത്തെ എടുത്തിട്ട് ഈശോ ചുറ്റുമുള്ളവരോട് ചോദ്യം ചോദിക്കുകയാണ്. ഒരു വിളക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുന്ന അത്ര ഉയരത്തിൽ വെച്ചിട്ട് എല്ലാവരിലും പ്രകാശം എത്തിക്കുക എന്നുള്ളതാണ്. ഈശോ അത് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നിൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് നിന്നെ ഓർമ്മപ്പെടുത്താനാണ്. നീ കർത്താവിൻ്റെ ദീപമാണ്. നിന്നെ എന്തിനാ കർത്താവ് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധിക്കുന്നിടത്ത് കയറി നിന്നിട്ട് നീ നിൻ്റെ ചുറ്റുപാടുകളിലും പ്രകാശം വീശണം. അവരൊക്കെ പ്രകാശത്തിലാക്കണം. ക്രിസ്തു നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ കീഴിലോ പോയിരിക്കാനല്ല. നീ നിൻ്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്, നിൻ്റെ ദൈവം നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഇഷ്ടത്തിലേക്കാണ് പോകേണ്ടത്. അതിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകണം. നിന്നിലെ പ്രകാശം മറ്റുള്ളവർ അനുഭവിക്കുവാനും അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിനക്ക് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസത്തിന് നന്ദി പറയാണ്. ഈശോയെ, ഈ വ്യക്തിയിൽ നീ കൊടുത്തിരിക്കുന്ന പ്രകാശത്തെ എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിലെ ഈ ദിവസം അനുഗ്രഹമായി തീരട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ